സോഷ്യൽ മീഡിയ ലോകത്ത് മിന്നിമറയുന്ന ടിക്ടോക്ക് ട്രെൻഡുകളും ഇൻസ്റ്റാഗ്രാം റീൽസും. ഒരു മനുഷ്യൻ തന്റെ നിശബ്ദതയും നോട്ടവും ആംഗ്യവും കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാബിയിലെയുമാണ്. ഫാസ്റ്റസ്റ്റ് ക്രിയേറ്റർ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന കാബി നെവർ ഗിവ് അപ്പ് എന്നതിന് ഗ്രേറ്റ് എക്സാമ്പിൾ ആണ്. 2 സബ്സ്ക്രൈബേഴ്സ്, അതായിരുന്നു കാബിയുടെ സോഷ്യൽ ലോകത്തെ തുടക്കം. അവർ മറ്റാരുമല്ല, സ്വന്തം അച്ഛനും ഒരു അയൽവാസിയും. I got 9 views and 2 subscribers. 2 subscribers? Yes, sir. അങ്ങനെ 2 ഫോളോവേഴ്സിൽ നിന്ന് 200 മില്യൺ ഫോളോവേഴ്സിന് മുകളിൽ എത്തി നിൽക്കുന്ന കാബിയുടെ ചെറിയൊരു ലൈഫ് സ്റ്റോറി പറയാം. 2000 സെനീഗൽ എന്ന സ്ഥലത്തായിരുന്നു കബാനി ലെയം ജനിച്ചത്. കാബിക്ക് 1 വയസ്സുള്ളപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഇറ്റലിയിലേക്ക് കുടിയേറുകയായിരുന്നു. ഒരു നല്ല ജീവിതം കൊതിച്ചു വന്ന അവർക്ക് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു ഇറ്റലി സമ്മാനിച്ചത്. അങ്ങനെ 14 വയസ്സ് വരെ ഇറ്റലിയിലെ ഒരു സ്കൂളിൽ പഠിച്ച കാബിക്ക് വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഡിസ്ലെക്സിയ എന്നൊരു ഡിസോർഡർ ഉണ്ടായിരുന്നു. ഇത് പഠനത്തെ നല്ല രീതിയിൽ ബാധിക്കുകയും സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. കാബിയുടെ മാതാപിതാക്കൾ അദ്ദേഹത്തെ തുടർ പഠനത്തിനായി വീണ്ടും സെനിഗലിലേക്ക് തിരിച്ചയച്ചു. കോളേജ് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ കാബി ഇറ്റലിയിലേക്ക് തിരിച്ചെത്തി ഒരു ഫാക്ടറിയിൽ CNC ഓപ്പറേറ്ററായി ജോലി ചെയ്തു. ശേഷം ഒരു റെസ്റ്റോറന്റിൽ വെയിറ്ററായും ജോലി ചെയ്തു. മാസം വെറും തുച്ഛമായ ശമ്പളം വാങ്ങി ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന കാബിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സാധിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയും കാബിക്ക് എതിരാളിയായി 2019 കോവിഡ് വന്നെത്തുകയായിരുന്നു. കാബിക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. അങ്ങനെ കോവിഡ് കാരണം അദ്ദേഹത്തിന്റെ വെയിറ്റർ ജോലി നഷ്ടപ്പെട്ടു. വരുമാനത്തിന് മറ്റൊന്നും ചെയ്യാനുമില്ല. ഇതിനിടയിൽ 2017 തൊട്ട് വളരെ ഫേമസ് ആയിരുന്ന ഒരു സോഷ്യൽ മീഡിയ ആയിരുന്നു ടിക്ടോക്ക്. അങ്ങനെ 2020 സമയത്ത് വെറും നേരം പോക്കിന് വേണ്ടി കാബി ടിക്ടോക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. വീഡിയോയിലും കാബിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ലൈഫ് ഹാക്ക് വീഡിയോകൾക്ക് റിയാക്ഷൻ ചെയ്ത വീഡിയോസ് അപ്ലോഡ് ചെയ്തു. ആദ്യത്തെ മാസം തന്റെ അച്ഛന് അയൽവാസി മാത്രമായിരുന്നു ഫോളോവേഴ്സ്. ആകെ മൊത്തം 9 വ്യൂസുമായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ കാബി അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. തന്റെ ഡെഡ് പാൻ എക്സ്പ്രഷൻ കാണിച്ചുകൊണ്ട് വീണ്ടും വീഡിയോ ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ കാബിയുടെ ഒരു വീഡിയോ വൈറലാവുകയും ചെയ്തു. പിന്നീട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ അനുകരിച്ചുകൊണ്ട് പലരും വീഡിയോ ചെയ്തു. ഇത് കാബിക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ സഹായിച്ചു. അങ്ങനെ 2022 ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് എന്ന സ്ഥാനം കാബിക്ക് നേടിക്കൊടുത്തു. സ്ഥാനം മാത്രമല്ല, കൂടെ പണവും. വെറും 23 വയസ്സുള്ള കാബി ഇന്ന് സെലിബ്രിറ്റികൾക്കിടയിലെ സെലിബ്രിറ്റിയാണ്. റെസ്റ്റോറന്റ് വെയിറ്റർ ആയിരുന്ന കാബിയുടെ നെറ്റ്വർത്ത് ഇപ്പോൾ ഏകദേശം 132 കോടിയാണ്. വൻകിട കമ്പനികളുമായി കൊളാബറേഷനും ബിനാൻസ് എന്ന ക്രിപ്റ്റോ കറൻസി കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറുമാണ് അദ്ദേഹം. ഇന്നും ടിക്ടോക്കിംഗ് എന്ന പേരിൽ കാബി അറിയപ്പെടുന്നു. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ചാനലും പേജും തുടങ്ങി കഷ്ടപ്പെട്ട് കുടുംബത്തെ കരകയറ്റാൻ നോക്കുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് നമുക്കിടയിലുണ്ട്. ഞാനും അതിൽ ഉൾപ്പെടുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നാണ്, കൺസിസ്റ്റൻസി. കാബിയുടെ സക്സസിനും കാരണം ഇത് തന്നെയാണ്. റിമെമ്പർ ഇറ്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് ബൈ.